ഹലോ, അസ്സാം വലൈക്കും. നമുക്കിന്ന് കുറച്ച് ഫിഷ് ഒന്ന് എയർ ഫ്രയറിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹെൽത്തി ആണോയെന്ന് എല്ലാവരും പറയുന്നു. അപ്പോൾ നമുക്കതൊന്ന് ടേസ്റ്റി ആണോ എന്നൊക്കെ അറിയാനായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എനിക്കിന്നിവിടെ കിട്ടിയിട്ടുള്ളത് വറ്റയാണ്, മഞ്ഞ വറ്റ. ചെറുതാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് നോക്കാം ഇത് ടേസ്റ്റി ആണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്കൊന്ന് ചെയ്യാം. നമുക്കിതെല്ലാം എന്തായാലും ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഫിഷ് മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള മസാല എല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പം യൂസ് ചെയ്യുന്ന മസാലയൊക്കെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ഞാനത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോ ഫിഷ് എടുത്താണ് മാരിനേറ്റ് ചെയ്യുന്നത്. കാരണം ഓരോന്നോരോന്ന് എടുത്താകുമ്പോൾ കുഴപ്പമില്ല. കാരണം ഇതിന് നല്ല മുള്ളുണ്ട്. നല്ല മുള്ള് മീൻസ് ഒരുപാടല്ല, എന്നാലും നമ്മൾ ഒന്നിച്ചിട്ട് മാരിനേറ്റ് ചെയ്യുമ്പോഴത്തേന് കയ്യിലെല്ലാം കുത്തിക്കയറും. ഞാൻ കഴുകിയപ്പോൾ തന്നെ കുറച്ചൊക്കെ ഇങ്ങനെ കൊണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, പഴുത്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു കൊള്ളും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് മസാലയൊക്കെ പുരട്ടി എല്ലാം റെഡിയാക്കി പ്ലേറ്റിനകത്തോട്ട് മാറ്റുന്നുണ്ട്. ഇതെല്ലാം നമുക്കിനി എടുത്ത് ഒന്നിച്ച് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കാം. ഫ്രിഡ്ജിൽ ഞാനൊരു ഹാഫ് അവർ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും നന്നായിട്ട് മസാല എല്ലാം പിടിച്ചിട്ട് ഇരിപ്പുണ്ട് നമ്മുടെ ഫിഷിൽ. ഇനി നമുക്ക് എയർ ഫ്രയർ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ നമുക്കൊന്ന് ബ്രഷ് ചെയ്യാം. വേറൊന്നിനും അല്ല, ഇതിൽ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെ പിന്നെ ഒട്ടി പിടിച്ചിരിക്കുമ്പോൾ മറിക്കാനൊക്കെ പാടായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ഫിഷായിട്ട് എടുത്ത് ഇതിലോട്ട് വെക്കാം. ഞാൻ ആദ്യം ഒരു 3 വെക്കുന്നുള്ളൂ. 3 നമുക്ക് ആദ്യം വെച്ച് നോക്കാം. 4 വരെ വെക്കാം. ഞാൻ സെക്കൻഡ് ട്രിപ്പ് വെച്ചപ്പോൾ 4 വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ 3 വെച്ചിട്ടുള്ളൂ. വലിയ മീനായതുകൊണ്ട്, കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ വെക്കാൻ പറ്റും. ചൂട, മത്തിയൊക്കെ പോലത്തെ. നമുക്കിത് എയർ ഫ്രയറിലോട്ട് എടുത്ത് വെക്കാം. ഫിഷിനാകുമ്പോൾ നമുക്കൊരു 200 ഡിഗ്രി സെൽഷ്യസിൽ വെക്കാം. ഇതിൽ ഓരോന്നിൻ്റെ ഓപ്ഷൻസ് കിടപ്പുണ്ട് കേട്ടോ. ഫിഷിന് ഞാനൊരു 200 ഡിഗ്രിയാണ് വെക്കുന്നത്. അതിലൊരു ഇതുണ്ട്, അടയാളമുണ്ട്. അത് അവിടെ കൊണ്ട് ഭാഗത്തോട്ട് തിരിച്ച് വെച്ചാൽ മതി. എന്നിട്ട് നമുക്കൊരു 20 മിനിറ്റിൽ ആദ്യം ചെയ്യാം. 20 മിനിറ്റ് പോരാ, നമുക്ക് തിരിച്ചിടുമ്പോഴത്തേനും 20 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തിരിച്ചിടണം. ജസ്റ്റ് കുറച്ച് നേരം കൂടെ ആവാനുണ്ട്. അപ്പോൾ എൻ്റെ മോള് വന്നിട്ട് ഇവിടെ എത്തിയൊക്കെ നോക്കുക. അവൾ സ്കൂളിൽ നിന്ന് വന്നായിരുന്നു, എക്സാം ആയിരുന്നു. ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്യുന്നതുകൊണ്ടിങ്ങനെ നോക്കുമായിരുന്നു. നമ്മൾ വെച്ചിട്ടുള്ള ടൈം കഴിഞ്ഞിട്ടുണ്ട്. ബെല്ല് അടിച്ചതിൻ്റെ അത് ഓഫായിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, മുരിയുന്ന സൗണ്ടൊക്കെ ഉണ്ട് ചെറുതായിട്ട്. എയർ അടിച്ച് മുരിഞ്ഞതിൻ്റെ ഒരു വശം നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പുറം ഭാഗം കുറച്ചും കൂടെ ഒന്ന് വേകാനുണ്ട്. ഒരു 5 മിനിറ്റ് വെക്കേണ്ടി വരും. 3 അതേപോലെ തന്നെ തിരിച്ച് വെച്ചിട്ട് ഒന്നും കൂടെ എയർ ഫ്രയറിലോട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ്സ് ഒക്കെ കൊടുത്താൽ മതിയായിരിക്കും. വെന്തു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടി മാത്രം, ആ ഒരു ഫ്രൈഡ് ആ ഒരു ടെക്സ്ചറിലോട്ട് വരാൻ വേണ്ടി മാത്രം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ റെഡിയാക്കാം. ഈ ലാസ്റ്റ് 0 കഴിയുമ്പോൾ തന്നെ ഒരു ബെല്ലടിക്കും. അപ്പോൾ തന്നെ നമുക്ക് എവിടെ നിന്നാലും കേൾക്കാൻ പറ്റും. ഹാളിലൊക്കെ നിൽക്കുമ്പോഴേ കേൾക്കാൻ പറ്റും. അപ്പോൾ ഇത് ഓഫായെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഞാനത് തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഉച്ച സമയമായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തു. ആദ്യം 3 ചെയ്തത്, പിന്നെ ഞാൻ 4 കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നല്ല ചൂടുണ്ട് കേട്ടോ. ഞാനിത് കുറച്ചൊന്നോർത്ത് കഴിച്ച് നോക്കി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ എണ്ണയിൽ വറുക്കുന്ന ആ ഒരു ടേസ്റ്റ് പ്രതീക്ഷിച്ച ആ ഒരു ടേസ്റ്റൊന്നും കാണത്തൊന്നുമില്ല. പക്ഷെ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും ഫിഷ് കഴിക്കണം, ഫ്രൈ കഴിക്കണം എന്നൊക്കെ തോന്നിയാൽ കഴിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ചോറൊക്കെ കഴിക്കുന്നതിൻ്റെ കൂടെ ആണെങ്കിലും എണ്ണയിൽ പൊരിച്ചതുപോലൊക്കെ തന്നെ ഇരിക്കും, ഒന്നും അറിയത്തൊന്നുമില്ല നമ്മൾ കറിയുടെയൊക്കെ കൂടെ പിച്ചി കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി റെസിപ്പിയാണ്. കാരണം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്നു, പിന്നെ എയർ ഫ്രയർ വീട്ടിലുള്ളവർക്ക് ഇത് ചെയ്യാം. ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഇത് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.